Hi students, I am Srija. IGNOU യൂണിവേഴ്സിറ്റിയുടെ M.Com സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് എത്തിക്സ് ആൻഡ് CSRലെ 4th യൂണിറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 4 എത്തിക്സ് ഇൻ ബിസിനസ്. ബിസിനസ്സിലെ എത്തിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എത്തിക്സ് എന്താണെന്ന് മുന്നുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 2-3 ചാപ്റ്റേഴ്സായി എത്തിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നുകൂടി പറഞ്ഞു പോകാം. എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എത്തിക്സ്? ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ബിഹേവിയറിനെ ഗവേൺ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, റൂൾസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് എത്തിക്സ്. അതായത് കുറച്ച് സ്റ്റാൻഡേർഡ്സ്, റൂൾസ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റ്, ഇതാണ് എത്തിക്സ്. ഇറ്റ് ഡീൽസ് വിത്ത് ജഡ്ജിങ് ബിറ്റ്വീൻ റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ബാഡ്. ശരിയും തെറ്റും, നമ്മൾ ചെയ്യുന്നതിലെ ശരിയും തെറ്റും, നല്ലതും ചീത്തയുമായ കാര്യങ്ങളെ ജഡ്ജ് ചെയ്യുന്ന ഒന്നാണ് എത്തിക്സ്. ബിസിനസ്സിൻ്റെ മോറൽ പ്രിൻസിപ്പിൾസിനെയും മോറൽ വാല്യൂസിനെയും ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ്. സിമ്പിളായി പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സ്റ്റാൻഡേർഡ്സ് ഫോർ മോറലി റൈറ്റ് ആൻഡ് റോങ് ടു കണ്ടക്ട് ഇൻ എ ബിസിനസ്. ഇനി ഈ എത്തിക്സിൻ്റെ കുറച്ച് റീസൺസ് അല്ലെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഈ എത്തിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ? എത്തിക്സിൻ്റെ കുറച്ച് പ്രൊസീജിയർ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റും റോങ്ങും, ഒരു സ്ഥാപനത്തിനകത്തുള്ള ശരിയും തെറ്റും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ തെറ്റായ കാര്യങ്ങളെ അവോയ്ഡ് ചെയ്ത് ശരിയായ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അതാണ് ബിസിനസ്സിൻ്റെ എയിം. ബിസിനസ്സിൽ എത്തിക്സ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നതിൽ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണുള്ളത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിലൊരു 7 പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഡിഫൈൻ ദി പ്രോബ്ലം ഓർ കേസ്. ഒരു സ്ഥാപനത്തിനകത്തുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോബ്ലം എന്താണോ അല്ലെങ്കിൽ കേസ് എന്താണോ ഫസ്റ്റ് അത് ഡിഫൈൻ ചെയ്യുക. സെക്കൻഡ് വൺ, മിറ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ റിസ്ക്. ആ പ്രോബ്ലത്തിലുള്ള റിസ്ക് എന്താണെന്ന്, അതായത് പ്രോബ്ലത്തെ പറ്റി നന്നായി പഠിക്കുക. ആ റിസ്ക് എന്തെങ്കിലും ഉണ്ടോ, ആ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആ പ്രോബ്ലത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതാണ് സെക്കൻഡ് വൺ. തേർഡ് വൺ, എസ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അതായത് പ്രോബ്ലത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കേസിന് വേണ്ടിയുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യുക. പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി കേസിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് തേർഡ് വൺ. ഫോർത്ത് വൺ, ഓവർസീ അലിഗേഷൻസ് ഓഫ് മിസ്കണ്ടക്റ്റ് എന്തൊക്കെയാണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മിസ്കണ്ടക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് ഫോർത്ത് വൺ. ഫിഫ്ത്ത് വണ്ണിൽ പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. എത്തിക്സ് ഫോളോ ചെയ്യാനുള്ള കുറച്ച് ട്രെയിനിങ്, ആ കേസിനെ അവോയ്ഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ പ്രോബ്ലം ഒഴിവാക്കാനുള്ള കുറച്ച് ട്രെയിനിങ് കമ്മ്യൂണിക്കേഷൻസിലൂടെ, നല്ല കമ്മ്യൂണിക്കേഷൻസിലൂടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് വൺ. സിക്സ്ത് വൺ, റീഇൻഫോഴ്സ് ബിഹേവിയറൽ എക്സ്പെക്റ്റേഷൻ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് റീഇൻഫോഴ്സ് ചെയ്യുക. പഴയത് മാറ്റി അങ്ങനെ പാടില്ല, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വീണ്ടും റീഇൻഫോഴ്സ് ബിഹേവിയറൽ എക്സ്പെക്റ്റേഷൻ. സെവൻത്ത് വൺ, മാനേജ് ദി ഫങ്ഷൻസ് ഓഫ് ബിഹേവിയറൽ എത്തിക്സ്. ഇത്രയുമാണ് ഒരു സ്ഥാപനത്തിൽ എത്തിക്സ് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കേണ്ട കുറച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി നമുക്ക് എത്തിക്സും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, എത്തിക്സിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ യൂണിറ്റിലേക്ക് കടക്കാം. എത്തിക്സ് ഇൻ ബിസിനസ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ, ഈ ചാപ്റ്ററിൽ 4th ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് 1990s ശേഷം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷനൊക്കെ വന്നപ്പോൾ പുതിയ കുറച്ച് ടേംസുകൾ എമർജ് ചെയ്ത് വന്നു. അതായത് ലിബറലൈസേഷൻ,
ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ആൻഡ് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോൾ എക്സ്റ്റെൻഡ് ദെയർ ബിസിനസ് ടു ബിയോണ്ട് ദെയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ബിസിനസ് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്തു ബിയോണ്ട് ദെയർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. നമ്മളുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന്, അതായത് നമ്മളുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ബിസിനസ് എന്ത് ചെയ്തു? ബിയോണ്ട് ദി ഡൊമസ്റ്റിക് മാർക്കറ്റിനും അപ്പുറത്തേക്ക്, അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ബിസിനസ് കടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ബിസിനസ് എത്തിക്സ് ഇതിൽ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും പറയുന്നത് ഇങ്ങനെ ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ബിസിനസ് എത്തിക്സ് മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ബിസിനസ് എത്തിക്സ് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യേണ്ട, ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ, ബിസിനസ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ ബിസിനസ് എത്തിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടീം ഫോളോ ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പോൾ ആ ഇൻട്രൊഡക്ഷനിലായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് കുറച്ച് ക്രിട്ടിക്കൽ കോമ്പണൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് മാനേജ്മെൻറ്റ് ഇതിൽ പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ കോമ്പണൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് മാനേജ്മെൻറ്റ് ഡ്യൂട്ടി കുറച്ചുകൂടി ക്രിട്ടിക്കലായി, അതായത് ബിസിനസ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ കുറച്ചുകൂടി അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ എത്തിക്സ് മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൽ 7 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, മിഷൻ ഓർ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് ബിസിനസ് എത്തിക്സ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? മിഷൻ ഓർ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ഡ്യൂട്ടി. സെക്കൻഡ് വൺ, കോഡ് ഓഫ് എത്തിക്സ് സെറ്റ് ചെയ്യുക. കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവും, ഒരു ബിസിനസ് ഫോളോ ചെയ്യേണ്ട ചില കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവും, അത് സെറ്റ് ചെയ്ത് വെക്കുക. തേർഡ് വൺ, റിപ്പോർട്ടിംഗ് അഡ്വൈസ് ചാനൽ ഉണ്ടാവും. ഉപദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു കാര്യം വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള അഡ്വൈസ് ചാനൽ അത് പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസ് ചാനൽസിന് റിപ്പോർട്ട് ചെയ്യുക. ഫോർത്ത് വൺ, റിസ്ക് അനാലിസിസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഈ ഒരു പ്രോബ്ലം വരുമ്പോൾ റിസ്ക് അനാലിസിസ് ചെയ്യുക ആൻഡ് മാനേജ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. ഈ പ്രോബ്ലവുമായി റിലേറ്റഡ് ആയിട്ടുള്ള എത്ര റിസ്ക് വരും എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. മാനേജ്മെൻറ്റ് എന്ത് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം, റിസ്ക് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്യാം. ഫിഫ്ത്ത് വൺ വരുന്നത് എത്തിക്സ് ആൻഡ് വിജിലൻസ് ഓഫീസേഴ്സ് ആൻഡ് കമ്മിറ്റീസ്. കുറച്ച് കമ്മിറ്റീസ് ഉണ്ടാക്കുക. നമ്മൾ കമ്പനി ലോയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എത്തിക്സ് ആൻഡ് വിജിലൻസ് ഓഫീസേഴ്സ്, വിസിൽ ബ്ലോയിങ്, വിജിലൻസ് മെക്കാനിസം എന്നുള്ളതൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഏതൊരു കമ്പനിയിലും ഇങ്ങനെ ഒരു വിജിലൻസ് വിങ് ഉണ്ടായിരിക്കണം. കുറച്ച് കമ്മിറ്റിയാണ്, അതായത് കുറച്ച് ഓഫീസേഴ്സ് അടങ്ങുന്ന ഒരു പാനലാണ്, ഒരു കമ്മിറ്റിയാണ്. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിനകത്ത് നടക്കുന്ന റോങ് ഡൂയിങ്സ്, അതായത് എന്തെങ്കിലും കറപ്ഷൻ, മാൽ പ്രാക്ടീസസ് ഒക്കെ വരുമ്പോൾ അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വിജിലൻസ് ഓഫീസേഴ്സിൻ്റെ പണി. പ്രത്യേകിച്ചിട്ടും ഫിനാൻഷ്യൽ മാറ്റേഴ്സിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അത് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പുറത്തു കൊണ്ടുവരിക. കള്ളം പുറത്തു കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന പോലെ അത് പുറത്തു കൊണ്ടുവരിക. കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് വിജിലൻസ് ഓഫീസേഴ്സ് കമ്മിറ്റിയുടെ പണി. എൻ്റെ കുറച്ച് അതർ കമ്മിറ്റീസും ഫോം ചെയ്യുക. ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് മോറൽ എത്തിക്സ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരുന്നതിന് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഡോപ്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള കുറച്ച് കമ്മിറ്റികൾ ഇവരുടെ മെയിനായിട്ടുള്ള പണി റൂൾസ് ഉണ്ടാക്കുക, ആ റൂൾസ് പ്രിപ്പയർ ചെയ്യുക, അത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഈ കമ്മിറ്റിയുടെ പണി. അവർക്കത് മാത്രം ശ്രദ്ധിക്കുക. ഒരു സ്ഥാപനത്തിനകത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് ഓഫീസേഴ്സിനെ അല്ലെങ്കിൽ കുറച്ച് കമ്മിറ്റീസിനെ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫിഫ്ത്ത് വൺ പറയുന്നത്. സിക്സ്ത് പോയിന്റിൽ എത്തിക്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു, അതായത് എത്തിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. മറ്റ് ട്രെയിനിങ് അല്ല, ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് അല്ല, ഇവിടെ എത്തിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. അതാണ് സിക്സ്ത് വൺ. സെവൻത്ത് പോയിന്റ് പറയുന്നത്
ഫിനാൻഷ്യൽ ഇഷ്യൂസ് കണക്റ്റഡ് ടു ഓഡിറ്റിംഗ്, അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം വരിക ഒരു ബിസിനസ്സിൽ. അപ്പോൾ അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓഡിറ്റിംഗ് അറിയാലോ. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള അക്കൗണ്ട്സ് ഡെയിലി കണക്കുകൾ പരിശോധിച്ച് വെരിഫൈ ചെയ്ത് അതിലെ മിസ്റ്റേക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ബിസിനസ്സിൽ നടക്കുന്ന എന്തെങ്കിലും ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഫിനാൻഷ്യൽ മിസ്റ്റേക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അതിന് വിത്ത് വൗച്ചേഴ്സ് ഒക്കെ വെച്ച് പരിശോധിച്ച് അതിലെ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിംഗ്. ഫൈൻഡ് ഔട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് റിപ്പോർട്ടിംഗ്, ഫൈനൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ ക്രിട്ടിക്കൽ കോമ്പണൻസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, ക്രിട്ടിക്കൽ കോമ്പണൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് പോയിന്റ് individual factors in business ethics and leadership. Individual factors in business ethics and leadership ആണ് നെക്സ്റ്റ് പോയിന്റ്. എന്താണ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ബിസിനസ് എത്തിക്സ് ആൻഡ് ലീഡർഷിപ്പിൽ? ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ വ്യക്തിഗതമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇൻഡിവിജ്വൽസിൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. അതായത് കോർപ്പറേറ്റ് എത്തിക്കൽ ബ്രേക്ക് ഡൗൺസ് ആർ ഓഫൺ ആട്രിബ്യൂട്ടഡ് ടു ഇൻഡിവിജ്വൽ ഫെയിലിങ്സ്. ഒരു വ്യക്തിപരമായിട്ടുള്ള ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് കോർപ്പറേറ്റ് എത്തിക്കൽ ബ്രേക്ക് ഡൗൺസിനെ എഫക്റ്റ് ചെയ്യുന്ന പറയണത്. ഓരോ വ്യക്തികളുടെയും പ്രോബ്ലംസ്, ഒരാളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഒരാളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ മൊത്തം സ്ഥാപനത്തിനെയും ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം മൊത്തം സ്ഥാപനത്തിനെയും ബാധിക്കും. എത്തിക്കൽ ലാപ്സസ് ഫ്രം ഫാക്ടേഴ്സ് ബിയോണ്ട്, ഇതിൽ പറയുന്നത് ഒരു എക്സാമ്പിളൊക്കെ പറയുന്നുണ്ട്. ഒരു CEO, സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ CEOനെ പറ്റിയിട്ടൊക്കെ എക്സാമ്പിളായി പറയുന്നുണ്ട്. നല്ലൊരു ഏബിളായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, നല്ലൊരു ലീഡർഷിപ്പ് എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു, നല്ല രീതിയിൽ സ്ഥാപനത്തെ കൊണ്ടുപോയതായിരുന്നു. പക്ഷേ പിന്നീട് ആ വ്യക്തിയുടേതായിട്ടുള്ള പ്രോബ്ലം കൊണ്ട് മൊത്തം ആ സ്ഥാപനത്തെയും അത് ബാധിക്കുകയാണ്, അത് ഫെയിലിയറിലേക്ക് നയിക്കും. അതാണ് ഇൻഡിവിജ്വൽ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ബിസിനസ് എത്തിക്സിനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എത്തിക്കൽ ലാപ്സസ് ഫ്രം ഫാക്ടേഴ്സ് ബിയോണ്ട് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. അതായത് എത്തിക്കൽ പ്രോബ്ലംസ്, എത്തിക്കൽ ലാപ്സസ് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്നും ഒരു ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, ഒരു സ്ഥാപനത്തിനകത്ത് നിന്നുള്ള എത്തിക്കൽ പ്രോബ്ലംസും ഉണ്ടാവാം. അകത്ത് നിന്നെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ വരിക? സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മാനേജ്മെൻറ്റ്, ബോർഡ്, എംപ്ലോയീസ്, അങ്ങനെ ഒരു സ്ഥാപനത്തിനകത്തുള്ള ആളുകളിലൂടെ എത്തിക്കൽ പ്രോബ്ലംസ് ഒരു ബിസിനസ്സിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്ത് നിന്ന്, ഒരു സ്ഥാപനത്തിന് പുറത്ത് നിന്നും എത്തിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, അതായത് സിവിൽ സൊസൈറ്റി, മീഡിയ, അങ്ങനെ സ്ഥാപനത്തിന് പുറത്ത് നിന്നുള്ള എത്തിക്കലായിട്ടുള്ള പ്രോബ്ലംസും ബിസിനസ്സിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ IBS എന്ന് പറയുന്നുണ്ട്. IBS എന്ന് പറയുന്ന ഒരു ടേം, IBS എന്ന് പറയുന്ന ഒരു ടേം കൂടി പറയുന്നുണ്ട്. അതിലെന്താണ് ഇൻഡിവിജ്വൽ, IBS എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിവിജ്വൽ, ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് സൊസൈറ്റി. IBS എന്നൊരു ടേം ഇതിൽ പറയുന്നുണ്ട്. IBS എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിവിജ്വൽ, ഇൻഡിവിജ്വൽ, B ബിസിനസ് ഓർഗനൈസേഷൻ, S സൊസൈറ്റി. ഇത് മൂന്നും എത്തിക്കൽ, മൂന്ന് പേരും, അതായത് ഇൻഡിവിജ്വൽസും ബിസിനസ്സും സൊസൈറ്റിയും എത്തിക്സ് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. IBS ഫ്രെയിംവർക്ക് ഹെൽപ്സ് ടു അനലൈസ് ദീസ് ബ്രേക്ക് ഡൗൺസ് ബൈ എക്സാമിനിങ് ഇൻഡിവിജ്വൽ ഡിസിഷൻ മേക്കിംഗ് ഇൻഫ്ലുവൻസസ്, ഓർഗനൈസേഷണൽ പ്രഷേഴ്സ് ആൻഡ് സൊസൈറ്റൽ ഇമ്പാക്ട്സ്.
ഇത്രയാണ് പറയുന്നത്. IBS എന്ത് ചെയ്യണം? IBS ഫ്രെയിംവർക്ക് ഹെൽപ്സ് ടു അനലൈസ്. ഇങ്ങനെയുള്ള ബ്രേക്ക് ഡൗൺസ് വരുന്ന സമയത്ത്, എത്തിക്കലായിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് IBS ഫ്രെയിംവർക്ക് എന്ത് ചെയ്യണം? അതിനെ എക്സാമിൻ ചെയ്തിട്ട് അതിൻ്റെ പ്രഷേഴ്സ്, സൊസൈറ്റൽ ഇമ്പാക്ട്സ്, അതിൻ്റെ പ്രഷേഴ്സൊക്കെ നോക്കി മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽസും ബിസിനസ് ഓർഗനൈസേഷൻസും സൊസൈറ്റിയും IBS ഒരു 3 പേരും കൂടി 3 ടേമും കൂടി കറക്റ്റ് ചെയ്യണം, എത്തിക്സ് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് ഇൻ ബിസിനസ് എത്തിക്സ് ആൻഡ് ലീഡർഷിപ്പ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഓർഗനൈസേഷണൽ റോങ് ഡൂയിങ്സ്. എന്താണ് ഓർഗനൈസേഷണൽ റോങ് ഡൂയിങ്സ്? അതിൽ സച്ച് ആസ് വേസ്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഒരു ഓർഗനൈസേഷനകത്ത് നടക്കുന്ന റോങ് ഡൂയിങ്സ് എന്തൊക്കെയാണ്? ഇതിലെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ലീഗൽ വയലേഷൻസ്, മിസ്മാനേജ്മെൻറ്റ് ആൻഡ് സെക്ഷുവൽ ഹറാസ്മെൻറ്റ്. ഇങ്ങനെ ഒരു ഓർഗനൈസേഷനകത്ത് നടക്കുന്ന റോങ് ഡൂയിങ്സ് തീർച്ചയായിട്ടും നടക്കും. അങ്ങനെ മിക്കവാറും നടക്കാറുണ്ട്. ഇങ്ങനെയുള്ള റോങ് ഡൂയിങ്സ് ഒരു ഓർഗനൈസേഷനകത്ത് നടക്കാറുണ്ട്. ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷനകത്ത് നടക്കുന്ന തെറ്റുകളെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രഷർ, ഓപ്പർച്യൂണിറ്റി ആൻഡ് റാഷണലൈസേഷൻ. പ്രഷർ, ഓപ്പർച്യൂണിറ്റി ആൻഡ് റാഷണലൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷനകത്ത് നടക്കുന്ന റോങ് ഡൂയിങ്സിനെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, 3ആയി തിരിക്കുന്നുണ്ട്. CEO റോങ് ഡൂയിങ്സിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ റോങ് ഡൂയിങ്സിനെ 3ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്രഷർ, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റാഷണലൈസേഷൻ. പ്രഷറിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രഷറിൽ പറയുന്നുണ്ട്. അതായത് പ്രഷറിലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോമ്പൻസേഷൻ, ആസ്പിറേഷൻ ആൻഡ് ബ്രോഡ് എക്സ്പെക്റ്റേഷൻ. ഒരു സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രഷർ വരാറുണ്ട്. അതിൽ റോങ് ഡൂയിങ്സ് വരാറുണ്ട്. കോമ്പൻസേഷൻ്റെ കാര്യത്തിലും ആസ്പിറേഷൻ്റെ കാര്യത്തിലും ബ്രോഡ് എക്സ്പെക്റ്റേഷൻ്റെ കാര്യത്തിലും ഇവിടെ റോങ് ഡൂയിങ്സ് വരാറുണ്ട്. ഈ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. സ്ഥാപനത്തിനകത്തുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് ഇതിൽ തന്നെ പ്രഷറിൽ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോമ്പറ്റീഷൻ, അനലിസ്റ്റ്, റിലേറ്റീവ് പെർഫോമൻസ് ആൻഡ് ഇൻവെസ്റ്റർ എക്സ്പെക്റ്റേഷൻ. ഇത് പുറത്ത് നിന്നുള്ള കാര്യങ്ങളാണ്. ബിസിനസ്സിന് പുറത്ത് നിന്നുള്ള പ്രഷറാണ്. അതായത് കോമ്പറ്റീഷൻ്റെ കാര്യത്തിൽ കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് ഓരോ ബിസിനസ് നിൽക്കുന്നത്. നമ്മളുടെ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിൽക്കുമ്പോൾ അത് വലിയൊരു പ്രഷർ തന്നെയാണ്, എക്സ്റ്റേണൽ പ്രഷർ തന്നെയാണ്. നെക്സ്റ്റ് അനലിസ്റ്റ് ആൻഡ് റിലേറ്റീവ് പെർഫോമൻസ്. മറ്റു സ്ഥാപനങ്ങളുടെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു പ്രഷർ. ഇൻവെസ്റ്റർ എക്സ്പെക്റ്റേഷൻ. ഇൻവെസ്റ്റർ സ്ഥാപനത്തെ അവരുടെ എക്സ്പെക്റ്റേഷൻ വരുമ്പോൾ അതൊരു പ്രഷർ. ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങളെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രഷേഴ്സിനെ നമുക്ക് ബിസിനസ്സിനെ ഒരു കൺട്രോൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഇൻറ്റേർണൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാം. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ഓപ്പർച്യൂണിറ്റീസിൽ ഇതുപോലെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇൻറ്റേർണൽ ഓപ്പർച്യൂണിറ്റീസിൽ വരുന്ന റോങ് ഡൂയിങ്സ് എന്തൊക്കെയാണ്? CEO പവർ. CEO പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സാണ്. അവരുടെ പവർ അവർ ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാറുണ്ട്. CEOൻ്റെ പവർ. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ കോംപ്ലക്സിറ്റി. തേർഡ് വൺ ഫോർമൽ ഓർഗനൈസേഷണൽ കൺട്രോള്. ഫോർത്ത് വൺ ഫേം കൾച്ചർ നോംസ്. ഫിഫ്ത്ത് വൺ ബോർഡ് സ്ട്രക്ചേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ്, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് റോങ് ഡൂയിങ്സ് ആണ്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള റോങ് ഡൂയിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ കൾച്ചർ ആൻഡ് നോംസും എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോബ്ലത്തെ ബാധിക്കും, ഓപ്പർച്യൂണിറ്റീസിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി കോംപ്ലക്സിറ്റീസ്, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്.
മൈക്രോ അല്ല, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. ബിസിനസ്സിന് പുറത്തുള്ള ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിലും റോങ് ഡൂയിങ്സ് വരാറുണ്ട്. തെറ്റുകൾ, ഒരു സ്ഥാപനത്തിൽ തെറ്റുകൾ വരാറുണ്ട്, റോങ് ഡൂയിങ്സ് വരാറുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് റാഷണലൈസേഷൻ. റാഷണലൈസേഷനുമായി ബന്ധപ്പെട്ടും കുറച്ച് റോങ് ഡൂയിങ്സ് വരാറുണ്ട്. അതിലും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സംഭവങ്ങളുണ്ട്. ഇൻറ്റേർണൽ എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. വ്യക്തിപരമായ വ്യത്യാസങ്ങൾ ഒരു സ്ഥാപനത്തിനകത്ത് കാണിക്കും. അതൊരു തെറ്റ് തന്നെയാണ്. ചിലർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ചിലവരെ അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് സെക്കൻഡ് വരുന്നത് ഫേമിൻ്റെ കൾച്ചർ. ഫേമിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഫേമിലും ഓരോ കൾച്ചറായിരിക്കും. ഓരോ രാജ്യത്തും ഓരോ കൾച്ചർ, ഓരോ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടും രാജ്യത്തിനെ ബേസ് ചെയ്തിട്ടും ഒക്കെ ഓരോ ഫേമിനെ ബേസ് ചെയ്തിട്ട് കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫേമിൻ്റേതായിട്ടുള്ള കൾച്ചറിൽ റോങ് ഡൂയിങ്സ് വരാറുണ്ട്. അതുപോലെ കൺട്രോൾ മിസ്അലൈൻമെൻറ്റ്സ്, ദെൻ സോഷ്യൽ ടൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇതെല്ലാം ഇൻറ്റേർണൽ ആയിട്ടുള്ള റാഷണലൈസേഷനാണ്. ഇതിലെല്ലാം റോങ് ഡൂയിങ്സ് വരാറുണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള റോങ് ഡൂയിങ്സ് എന്തൊക്കെയാണ്? ഇൻഡസ്ട്രി കൾച്ചറൽ നോംസ്. ഇൻഡസ്ട്രിയുടെ കൾച്ചറലും നോംസും ഒക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കൾച്ചറൽ നോംസും. അതുപോലെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതും വലിയ പ്രോബ്ലം തന്നെയാണ്. വലിയ തെറ്റുകൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കാറുണ്ട്. ഇതൊക്കെയാണ് ഈ റോങ് ഡൂയിങ്സ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. അടുത്തത് വരുന്നത് എത്തിക്സ് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് മോറൽ മ്യൂട്ട്നെസ്. വർക്ക് പ്ലേസിൽ എന്തായാലും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരാം. അതിൻ്റെ എത്തിക്സിൻ്റെ ഭാഗമായി നമ്മൾ മോറൽ മ്യൂട്ട്നെസ്, അതിന് സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നിശബ്ദമായിരിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക. കണ്ടാലും നമുക്ക് ചില സമയത്ത് എത്തിക്കൽ റോങ് ഡൂയിങ്സ് കണ്ടാലും നമ്മളതിൽ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. അതായത് മോറൽ മ്യൂട്ട്നെസ് എന്ന് പറഞ്ഞാൽ occurs when people witness the unethical behavior and choose not say anything എന്നുള്ളതാണ്. അതായത് പീപ്പിൾസിൻ്റെ മോറൽ ബിലീഫ്സിനെയും കമ്മിറ്റ്മെൻറ്റിനെയും ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനിലും മോറൽ മ്യൂട്ട്നെസ് ഒക്കർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവരുടെ അൺഎത്തിക്കൽ ബിഹേവിയർ നമ്മൾ കണ്ടിട്ടും നമ്മൾ അതിൽ കാണാത്ത പോലെ സൈലൻ്റായി ഇരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. മോറൽ മ്യൂട്ട്നെസ്സിൽ ലീഡ് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് വരുന്നുണ്ട്. മോറൽ മ്യൂട്ട്നെസ്സിൽ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതായത് മോറൽ മ്യൂട്ട്നെസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് അതിൽ ലാസ്റ്റ് ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. അതിലെന്തൊക്കെയാണ്? ക്രിയേഷൻ ഓഫ് മോറൽ അംനീഷ്യ. ഫസ്റ്റ് പോയിന്റ് വരുന്നത് എന്താണ്? മോറൽ മ്യൂട്ട്നെസ്സിൽ ലീഡ് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ക്രിയേഷൻ ഓഫ് മോറൽ അംനീഷ്യ. അതായത് നമുക്കൊരു ആശയക്കുഴപ്പം, എന്ത് ചെയ്യും എന്നുള്ളത് അറിയാതെ നമ്മളിരിക്കുമ്പോൾ നമ്മളവിടെ മോറൽ മ്യൂട്ട്നെസ് പാലിക്കുക, സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. ഒന്നും പറയണ്ട, തെറ്റും പറയണ്ട, ശരിയും പറയണ്ട, നമ്മളവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഇൻഅപ്രോപ്രിയേറ്റ് നാരോനെസ് ഇൻ കൺസെപ്ഷൻസ് ഓഫ് മൊറാലിറ്റി. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു നാരോനെസ് ഇതിൽ മൊറാലിറ്റി എന്ന് പറയുന്ന മൊറാലിറ്റി കൺസെപ്ഷൻസിലൊക്കെ ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള ഒരു നാരോനെസ് കീപ്പ് ചെയ്യുക. തേർഡ് വൺ, മോറൽ സ്ട്രെസ് ഫോർ ഇൻഡിവിജ്വൽ മാനേജേഴ്സിന് മോറൽ സ്ട്രെസ് വരുന്ന സമയത്തും മോറലായിട്ടുള്ള കുറച്ച് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുക. ഫോർത്ത് വൺ, അബ്യൂസസ് അവോയ്ഡ് ചെയ്യുക, നെഗ്ലക്റ്റ് ചെയ്യുക, അവഗണിക്കുക. നെഗ്ലക്റ്റ് ഓഫ് മോറൽ അബ്യൂസസ്. മോറലായിട്ടുള്ള അബ്യൂസസ് വരുമ്പോൾ എന്ത് ചെയ്യുക? അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക. ഫിഫ്ത്ത് വൺ, ഡിക്രീസ്ഡ് അതോറിറ്റി ഓഫ് മോറൽ സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സിൻ്റെ അതോറിറ്റി ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഡിക്രീസ്ഡ് ദി അതോറിറ്റി ഓഫ് മോറൽ സ്റ്റാൻഡേർഡ്സ്. ഇത്രയാണ് ഇതിൽ പറയുന്നത്. മോറൽ മ്യൂട്ട്നെസ് ലീഡ് ചെയ്യുന്ന കുറച്ച് പോയിൻറ്റ്സിൽ പറയുന്നത് ഇത്രയാണ്. മോറൽ മ്യൂട്ട്നെസ്
മ്യൂട്ട്നസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഈ 4-5 പോയിൻറ്റ്സ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ വരുന്ന സമയത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുക, മോറൽ മ്യൂട്ട്നസ് പാലിക്കുക. ഒരു സ്ഥാപനത്തിനകത്ത് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഇടപെടുകയാണെങ്കിൽ പ്രോബ്ലം കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ മ്യൂട്ട്നസ് പാലിക്കുക, സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ethical issues in relation between government, civil society organizations and business. ഇതിൽ നെക്സ്റ്റ് എത്തിക്കൽ ടോപ്പിക്കിൽ പറയുന്നത് എന്തൊക്കെയാണ്? എത്തിക്കൽ ഇഷ്യൂസ് ഇൻ റിലേഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ്, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ്. ഗവൺമെൻറ്റുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് എത്തിക്കൽ പോയിൻറ്റ്സാണ് ഇനി പറയുന്നത്. ഇതിൽ തന്നെ 1-2 ചെറിയ ടോപ്പിക്ക് കൂടി ഇതിൽ പറയുന്നുണ്ട്. ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിവിൽ സൊസൈറ്റിയും ഗവൺമെൻറ്റും മറ്റ് ബിസിനസ്സും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില എത്തിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്, ഒരു സ്ഥാപനത്തിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ 2-3 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കോർപ്പറേറ്റ് ലോബീനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോറൽ മോട്ടിവേറ്റഡ് ബ്ലൈൻഡ്നെസ് ആൻഡ് റിവോൾവിംഗ് ഡോർ. ഇങ്ങനെ 3 ടേമുകൾ ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ട്. എന്താണ് കോർപ്പറേറ്റ് ലോബി? അതുപോലെ തന്നെ എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ലോബി, മോറൽ മോട്ടിവേറ്റഡ് ബ്ലൈൻഡ്നെസ്, റിവോൾവിംഗ് ഡോർ. ഇത്രയും ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഈ ഒരു എത്തിക്കൽ ഇഷ്യൂസിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോർപ്പറേറ്റ് ലോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ കോർപ്പറേഷൻസ് ആൻഡ് ഫേംസ് ഇൻ എ കൺട്രി ട്രൈ ടു ടേക്ക് ആക്ഷൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ദി ഗവൺമെൻറ്. അതായത് ഇതിൽ പറയുന്നത് ഒരു സ്ഥാപനം എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിൽ നിന്നും ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് ഒരു കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഒരു ഫേം ട്രൈ ചെയ്യുകയാണെങ്കിൽ അവരെടുക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ അവരെടുക്കുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെയാണ് എന്തെന്ന് പറയുക, കോർപ്പറേറ്റ് ലോബിയിങ് എന്ന് പറയുന്നത്. അതായത് വലിയ സ്ഥാപനങ്ങളൊക്കെ പൊളിറ്റിക്സിൻ്റെ സ്വാധീനം വെച്ചോ അല്ലെങ്കിൽ പൈസ കൊടുത്തോ അല്ലെങ്കിൽ ആളുകളെ കണ്ട് സ്വാധീനിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു ഫേവർ നേടിയെടുക്കുക, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നേടിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് എന്തെന്ന് പറയാം, കോർപ്പറേറ്റ് ലോബിയിങ് എന്ന് പറയാം. കോർപ്പറേറ്റ് ലോബിയിങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ ഫേവർ നേടിയെടുക്കുകയാണ്. അത് മിസ്യൂസ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അവർക്ക് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക, ഗവൺമെൻറ്റിനെ സ്വാധീനിച്ച് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനെയാണ് കോർപ്പറേറ്റ് ലോബിയിങ് എന്ന് പറയാം. നെക്സ്റ്റ് ടേം അതിൽ പറയുന്നത് മോട്ടിവേറ്റഡ് ബ്ലൈൻഡ്നെസ് ആണ്. മോട്ടിവേറ്റഡ് ബ്ലൈൻഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ടെൻഡൻസി ടു നോട്ട് നോട്ടീസ് ദി അനലിറ്റിക്കൽ ആക്ഷൻസ് ഓഫ് അതേഴ്സ് വെൻ ഇറ്റ് എഗൻസ്റ്റ് അവർ ഓൺ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ടു നോട്ടീസ്. അതിൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ്, നമ്മൾ കാണാത്ത പോലെ ഇരിക്കുക, കണ്ടിട്ടും കാണാത്ത പോലെ ബ്ലൈൻഡ്നെസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് നോട്ട് ടു നോട്ടീസ് ദി അനലിറ്റിക്കൽ ആക്ഷൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ അനലിറ്റിക്കൽ ആക്ഷൻസിൽ ശ്രദ്ധിക്കാതിരിക്കുക. അഗെയിൻസ്റ്റ് അവർ ഓൺ ബെസ്റ്റ് ഇൻട്രസ്റ്റ് നോട്ടീസ്, നമ്മളുടെ ശ്രദ്ധയിൽ വന്നാലും അറിയാത്തതുപോലെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ സ്ഥാപനത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് എതിരായിട്ടോ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ബ്ലൈൻഡ്നെസ് പോലെ ഇരിക്കുന്നതിനെയാണ് മോട്ടിവേറ്റഡ് ബ്ലൈൻഡ്നെസ് എന്ന ടോപ്പിക്കിൽ പറയുന്നത്. ദെൻ റിവോൾവിംഗ് ഡോർസ് ആണ് നെക്സ്റ്റ് പോയിന്റ്. റിവോൾവിംഗ് ഡോർസ് ഇത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പബ്ലിക് സെക്ടറിൽ ജോബിൽ വർക്ക് ചെയ്യുന്ന ഹൈ ലെവൽ എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ തിരിച്ച്. അതായത് പ്രൈവറ്റ് സെക്ടറിലെ ഹൈ ലെവൽ എംപ്ലോയീസിനെ പബ്ലിക് സെക്ടറിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, റിവോൾവിംഗ് ഡോർ.
നമ്മൾ ഡോറ് തുറന്ന് പുറത്ത് പോകുക എന്ന് പറയുന്ന പോലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാളെ മാറ്റുകയാണ്, ഹൈ ലെവലിലുള്ള ഒരു പേഴ്സണെ മാറ്റുകയാണ്, ഒരു സ്ഥാപനത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്നതിനെയാണ് എന്തെന്ന് പറയുക, റിവോൾവിങ് ഡോർസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് ഗവൺമെൻറ് റിലേഷൻ. ഗ്ലോബലൈസേഷനും ബിസിനസ് ഗവൺമെൻറ് റിലേഷനും. ഇതിൽ പറയുന്നത് 1990s മുന്നേ എക്കണോമിക് പോളിസി മേക്കിങ്ങിന് സ്റ്റേറ്റ്സിന് അധികാരമുണ്ടായിരുന്നു. 90s എന്ത് വന്നിട്ടുള്ളത്, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ഒക്കെ വന്നിട്ടുള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ടേംസുകൾ ഇത് വന്നപ്പോൾ അല്ലെങ്കിൽ അതുവരെയ്ക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എക്കണോമിക് പോളിസിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അതിനുശേഷം ഗവൺമെൻറ് റെഗുലേറ്റ്സ് കോർപ്പറേറ്റ് ഓവർ ടൈം. ലേറ്റർ ആ ഒരു ടൈം വരെ 1990s വരെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. കോർപ്പറേറ്റ്സിന് മേലെ അല്ലെങ്കിൽ ബിസിനസ്സിന് മേലെ എക്കണോമിക് പോളിസീസൊക്കെ ഉണ്ടാക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഉണ്ടാക്കുക, അവർക്കാണ് കംപ്ലീറ്റ് അധികാരവും. അപ്പോൾ എന്ത് ചെയ്യും, ഗവൺമെൻറ് റെഗുലേറ്റ് കോർപ്പറേറ്റ് ഓവർ ടൈം. കുറേ കാലങ്ങളോളം ഗവൺമെൻറ് എന്ത് ചെയ്തു, കോർപ്പറേറ്റ്സിനെ റെഗുലേറ്റ് ചെയ്തു. അങ്ങനെ ലേറ്റർ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഇതിലെന്ത് ചെയ്തു, ഇത് റെഗുലേഷൻസൊക്കെ അതിലെ മിസ്റ്റേക്കുകൾ കാണിക്കാൻ തുടങ്ങി. സ്റ്റേറ്റ് ഗവൺമെൻറ് അത് മൊണോപ്പൊളി ഡൈല്യൂട്ടഡായി, ഗവൺമെൻറ്റ്സ് മൊണോപ്പൊളി ഡൈല്യൂട്ടഡായി, അതിൻ്റെ റെഗുലേഷൻസ് ഇൻറ്റൻസിറ്റി ഡിക്ലൈൻഡായി. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ ഇൻറ്റൻസിറ്റിയൊക്കെ ഡിക്ലൈനായി. അങ്ങനെ ഡിക്ലൈൻ ആയപ്പോൾ അല്ലെങ്കിൽ അതിൽ മിസ്റ്റേക്കുകൾ വന്നപ്പോൾ എന്ത് ചെയ്തു, അവർ ഈ സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് പവർ മാറുകയാണ്. അതായത് കുറച്ച് WTO, ട്രിംസ് എല്ലാം വന്നു. അതായത് WTO പറഞ്ഞാൽ എന്താണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതുപോലെ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ്. ഇതൊക്കെ വന്നതുകൊണ്ട് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ഗോട്ട് റെഡ്യൂസ്ഡ്. സ്റ്റേറ്റിൻ്റേതായിട്ടുള്ള ലെജിസ്ലേഷൻസ് എന്തായി, അത് റെഡ്യൂസായി. അത് റെഗുലേഷൻസ് എല്ലാം കുറഞ്ഞു. റെഗുലേഷൻസിലെല്ലാം അത് റിലാക്സ് ആയി, അത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് വിടാൻ തുടങ്ങി. എല്ലാ നിയമങ്ങളിലും മാറ്റങ്ങൾ വന്നു. എന്ത് ചെയ്തു, അതെല്ലാം ഫ്രീ ആയി. നിയമങ്ങളെല്ലാം സ്ട്രിക്ട്നെസ് എല്ലാം കുറച്ചു കൊണ്ടുവന്നു. അതാണ് ഇതൊക്കെ ഈ പറയുന്ന WTO, ട്രിംസ് എല്ലാം വന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചേഞ്ചസ് ആണ് ബിസിനസ് വേൾഡിൽ നടന്നത്. ദിസ് ഡെവലപ്മെൻറ്റ് ലീഡ് ടു കോർപ്പറേഷൻസ് ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ആൻഡ് ന്യൂ സെറ്റ് ഓഫ് ലൈംലൈറ്റ്. അതായത് ഈ ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തായി, പുതിയൊരു ലൈം ലൈറ്റിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വേൾഡിലേക്ക് കടന്നു. ഫ്രീ ആയപ്പോൾ ഈ റെഗുലേഷൻസൊക്കെ ഫ്രീ ആയപ്പോൾ എന്തായി, ഡെവലപ്പിംഗ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ ബിസിനസ് എല്ലാം അങ്ങനെ മറ്റ് പുറം ലോകങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള എത്തിക്കൽ ഇഷ്യൂസ്, കുറച്ചുകൂടി എത്തിക്കൽ ഇഷ്യൂസൊക്കെ അറൈസ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ബിസിനസ് ആൻഡ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ, CSO എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ. ബിസിനസ്സും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനും. The growing CSO in the last 3 decades also had challenges for business, especially in the stakeholder management. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ബിസിനസ് കുറേയധികം ചാലഞ്ചസ് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറേയധികം ചാലഞ്ചസ് ബിസിനസ്സിന് ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. കമ്പനി സ്ട്രഗിൾ ടു ഐഡൻറ്റിഫൈ വിത്ത് CSO. കമ്പനി ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ഇത് CSO ജെനുവിൻലി റെപ്രസെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സം മേ യൂസ് ടാക്ടിക്സ്.
അതായത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം ജെനുവിൻ ആണോ, അതോ അവർ കുറച്ച് ടാക്ടിക്സ് തന്ത്രങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണോ നിൽക്കുന്നത്, ഒറിജിനൽ ആണോ അല്ലയോ എന്നുള്ള ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ആരാണ് ഇതിൽ ശരി അല്ലെങ്കിൽ ആരാണ് തെറ്റ്, ഇതിൽ ജെനുവിൻ ആണോ അതോ ടാക്ടിക്സ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതെല്ലാം കൺഫ്യൂഷൻ വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസും കുറച്ച് കാലങ്ങളായിട്ട് ബിസിനസ്സിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നു. Globalization complicates as MNCs encounter unfamiliar culture and social ethical complexities. ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ടും MNCs ഒക്കെ ഒരുപാട് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ വന്നതുകൊണ്ടും എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ള അൺഫെമിലിയർ ആയിട്ടുള്ള കൾച്ചറിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ കൾച്ചർ ആയിരിക്കില്ലല്ലോ മറ്റുള്ള രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ അങ്ങനെ മറ്റു രാജ്യങ്ങളിലെ കൾച്ചറിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ എത്തിക്കൽ കോംപ്ലക്സിറ്റീസ് ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ചേഞ്ചിങ് എത്തിക്കൽ മാൻഡേറ്റ് ഓഫ് ബിസിനസ്. മാറിക്കൊണ്ടിരിക്കുന്ന എത്തിക്കൽ മാൻഡേറ്റ്സ്, ബിസിനസ്സിൽ മാറിക്കൊണ്ടിരിക്കുന്ന എത്തിക്കൽ മാൻഡേറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇൻ ട്രഡീഷണൽ വ്യൂവിൽ എന്തായിരുന്നു ബിസിനസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിലനിന്നുണ്ടായിരുന്നത്? ബിസിനസ് എക്സിസ്റ്റ് ടു മേക്ക് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് നിലനിന്നിരുന്നത്. ബട്ട് ഇൻ ടുഡേയ്സ് ബിസിനസ്, ഇന്നത്തെ ബിസിനസ് എന്തായി? കൺസിഡർ എത്തിക്കൽ, സോഷ്യൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റീസ് അലോങ് സൈഡ് പ്രോഫിറ്റിനോടൊപ്പം തന്നെ എന്തുകൂടി കൺസിഡർ ചെയ്യണം? എത്തിക്കലായിട്ടുള്ളതും സോഷ്യലായിട്ടുള്ളതും ആൻഡ് എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യണം. പ്രോഫിറ്റിനോടൊപ്പം ലാഭം ഉണ്ടാക്കുകയും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഫോളോ ചെയ്താൽ മാത്രമേ ഇന്നത്തെ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. മിഖായൽ പോർട്ടർ അഡ്വക്കേറ്റ് ഫോർ ക്രിയേറ്റിംഗ് ഷെയർഡ് വാല്യൂ. മിഖായൽ പോർട്ടർ ഒരു പോർട്ടസ് വീല് അല്ലെങ്കിൽ ആൾ പറയുന്ന കുറച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ക്രിയേറ്റിംഗ് ഷെയർഡ് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ള ആളാണ് മിഖായൽ പോർട്ടർ. അതായത് ബിസിനസ് ഗോ ബിയോണ്ട് മോണിറ്ററി റിട്ടേൺസ് മാത്രമല്ല, പണപരമായ കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, പ്രോഫിറ്റ് മാത്രമല്ല, അതിനപ്പുറം ബിസിനസ് അഡ്രസ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട്സ് കൂടി കണക്കിലെടുക്കണം. ട്രസ്റ്റ് ആൻഡ് സൊസൈറ്റൽ വെൽബീയിങ്, എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും സൊസൈറ്റിയുടെ വെൽബീയിങ്, ക്ഷേമവും അതുപോലെ വിശ്വാസം, ട്രസ്റ്റ്, വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ബിസിനസ്സിന് ഇന്നത്തെ കാലത്ത് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ചേഞ്ചിങ് എത്തിക്കൽ മാൻഡേറ്റ് ഓഫ് ബിസിനസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. 4th ചാപ്റ്ററിൽ ഇത്രയുമാണ് പറയുന്നത്. നെക്സ്റ്റ് 5th ചാപ്റ്ററുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.